ഇന്ത്യ സഖ്യം നേർക്കുനേർ വരുമോ എന്ന് ഇന്നറിയാം. ആദ്യഘട്ട പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ്. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി വൈകിട്ട് 3 മണി വരെയാണ്. സീറ്റുകളുടെ കാര്യത്തിൽ ധാരണയിലെത്താൻ ഇന്ത്യ സഖ്യത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. കൂടുതൽ വിവരങ്ങളുമായി രാഗേഷ് ചേരുന്നു. രാഗേഷ്, ഇന്ത്യ സഖ്യത്തിന് മുന്നിൽ നിലനിൽക്കുന്നത് വലിയൊരു പ്രതിസന്ധിയല്ലേ? അത് എപ്പോൾ പരിഹരിക്കപ്പെടുമെന്ന് വേണം കരുതാൻ? അനുശ്രീ, പ്രതിസന്ധി ഉണ്ട്. ഏതായാലും ഇന്നറിയാം എന്തായിരിക്കും ഇന്ത്യ സഖ്യം തുടർന്നുള്ള നീക്കമെന്നുള്ളത്. കാരണം ആദ്യഘട്ട പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ്. 17-ാം തീയതിയായിരുന്നു പത്രിക നൽകാനുള്ള സമയപരിധി. അതിനുശേഷം ഏതാണ്ട് 6 മണ്ഡലങ്ങളിൽ ഇന്ത്യ സഖ്യ പാർട്ടികൾ തമ്മിൽ നേർക്കുനേർ പോരാട്ടം വരുന്ന സാഹചര്യമുണ്ടായി. RJDയും കോൺഗ്രസുമാണ് കൂടുതൽ സീറ്റുകൾ. ചില സീറ്റുകളിൽ CPIക്കെതിരെ കോൺഗ്രസ് പത്രിക നൽകിയിട്ടുണ്ട്. CPMലും കോൺഗ്രസും മത്സരിക്കുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് വൈശാലി, ബിഹാർ ഷെരീഫ് തുടങ്ങിയ മണ്ഡലങ്ങൾ, ലാൽഗഞ്ച് തുടങ്ങി 6 മണ്ഡലങ്ങളിൽ ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട പാർട്ടികൾ തന്നെ നേർക്കുനേർ വരുന്ന സാഹചര്യം ഇതോടുകൂടി ഉണ്ടായിരുന്നു. ഏതായാലും ഇന്ന് സമയപരിധി അവസാനിക്കുമ്പോൾ ഇതിലെ ആരൊക്കെ പത്രിക പിൻവലിക്കും, ഒരു സീറ്റ് ധാരണയിലേക്ക് ഈ അവസാന നിമിഷമെങ്കിലും എത്തുമോ എന്ന് അറിയാൻ സാധിക്കും. ഇന്ന് ഇത്തരത്തിൽ ഇപ്പോൾ ഉള്ള 2 പാർട്ടികളുടെയും സ്ഥാനാർത്ഥികൾ പത്രിക പിൻവലിക്കാൻ തയ്യാറായില്ലെങ്കിൽ നേർക്കുനേർ പോരാട്ടത്തിലേക്ക് ഇന്ത്യ സഖ്യ പാർട്ടികൾ കടക്കുന്ന സാഹചര്യമുണ്ടാകും. അങ്ങനെയെങ്കിൽ രണ്ടാം ഘട്ട പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്നാണ് അവസാനിക്കുന്നത്. അവിടെയും സമാനമായ സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ നിലവിൽ കണക്കനുസരിച്ച് ഏതാണ്ട് 9 മണ്ഡലങ്ങൾ, 2 ഘട്ടങ്ങളിലുമായി 9 മണ്ഡലങ്ങളിൽ ഇന്ത്യ സഖ്യങ്ങളിലെ പാർട്ടികൾ തമ്മിൽ നേർക്കുനേർ വരുന്നുണ്ട്. PCC അധ്യക്ഷനെതിരെ പോലും RJDയുടെ സ്ഥാനാർത്ഥി നിലവിലുണ്ട്. അദ്ദേഹം പത്രിക നൽകിയിട്ടില്ല. പക്ഷേ സ്ഥാനാർത്ഥിയെ RJD പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നേതായാലും അത്തരമൊരു നീക്കം RJDയുടെ ഭാഗത്തുനിന്നുണ്ടാകുമോ അതോ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാകുമോ എന്നാണ് അറിയേണ്ടത്. ഏതായാലും ഈ അവസാന നിമിഷത്തിൽ പോലും സീറ്റ് ധാരണയിലേക്ക്, അങ്ങനെ ഒരു പ്രഖ്യാപനത്തിലേക്ക് കടക്കാൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞിട്ടില്ല. അതിപ്പോൾ ഈ 9 സീറ്റുകളിൽ തർക്കം നിലനിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മാത്രവുമല്ല, ഇന്ത്യ സഖ്യത്തിലെ പ്രതിസന്ധി അത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തുടരുന്നതാണെങ്കിൽ RJDയിൽ ടിക്കറ്റുകൾ, പ്രത്യേകിച്ച് സീറ്റുകൾ നൽകിയതിന് പിന്നാലെ പരസ്യ പ്രതിഷേധവും ഉണ്ടായി. ഇന്നലെ 2 നേതാക്കൾ, സീറ്റ് നിഷേധിക്കപ്പെട്ട 2 നേതാക്കൾ, ഒന്ന് ഉഷാദേവി ഉൾപ്പെടെ 2 പേർ വീടിന് മുന്നിൽ പ്രതിഷേധമായി എത്തുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ഗുരുതരമായ സാഹചര്യം RJDയിലുമുണ്ട്. അതായത് സീറ്റിനായി തന്നോട് കോഴ ചോദിച്ചു, അത് നൽകാതിരുന്നപ്പോൾ സീറ്റ് നിഷേധിക്കപ്പെട്ടു എന്ന ആരോപണമാണ് സ്ഥാനാർത്ഥി നിഷേധിച്ചവർ ഉന്നയിക്കുന്നത്. സ്വാഭാവികമായും അത് വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ വിഷയമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രചാരണത്തിൽ JDയും RJDയും ഒക്കെ തന്നെ അത് ഉന്നയിക്കുകയും ചെയ്യും. കാരണം രാജ്യസഭാംഗവും മുതിർന്ന നേതാവുമായ സഞ്ജീവ് യാദവാണ് ഇത്തരത്തിൽ 2.7 കോടി 2,70 ലക്ഷം രൂപ ചോദിച്ചത് എന്ന ആരോപണമാണ് സീറ്റ് നിഷേധിക്കപ്പെട്ടവർ ഉന്നയിക്കുന്നത്. അപ്പോൾ ആർക്ക് വേണ്ടി പണം ചോദിച്ചു എന്ന കാര്യമായിരിക്കും, ആ വിഷയമായിരിക്കും JDയും BJPയും ഉന്നയിക്കുക. ഏതായാലും എന്തായിരിക്കും ഇനി ഇന്ത്യ സഖ്യത്തിന് തുടർന്നുള്ള നീക്കമെന്ന് ഇന്നറിയാം. കാരണം 3 മണിക്ക് പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിക്കുകയാണ്. അനുശ്രീ. ശരി, രാഗേഷാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.